ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ത്രിപുരയിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് കമ്മീഷന് മുന്നിലെ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബംഗ്ലാദേശിൽ ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്താവനകൾ ഈ അറസ്റ്റിനെതിരെ ഇറക്കിയിട്ടുണ്ട്. സുതാര്യമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി തന്നെ സുതാര്യമായ നടപടികൾ വേണമെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ത്രിപുരയിൽ നടന്ന പ്രതിഷേധത്തിനാണ് അക്രമാസക്തമായത്. ത്രിപുരയിലെ അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഈ പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഈ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും ഓഫീസ് അടിച്ചു തകർക്കുകയുമായിരുന്നു. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ബംഗ്ലാദേശിന്റെ പതാകയും മാറ്റി. ഈ വിഷയത്തിൽ എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിരിക്കുന്നു. ഇത് അതീവ ഖേദകരമായ ഒരു നടപടിയാണ് ഉണ്ടായത് എന്നും സുരക്ഷ ഒരുക്കുന്നതിൽ ത്രിപുര പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ, ഒപ്പം തന്നെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിലുള്ള അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ, ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ കെട്ടിടങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. എസ് കെ. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മലബാർ വാലി KSRTCയുടെ കൊറിയർ സർവീസിൻ്റെ റേറ്റ് കുറയ്ക്കാൻ മന്ത്രിയോട് പറയണം, അല്ലെങ്കിൽ അത് കൂടുതൽ ജനപ്രിയമാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കൂടുതലാണെന്ന് താങ്കൾ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, മന്ത്രിക്ക് നേരിട്ട് തന്നെ നിങ്ങൾ പരാതി അയയ്ക്കുക, അദ്ദേഹം പരിശോധിക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ എന്തെങ്കിലും നടപടി KB ഗണേഷ് കുമാർ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടാകും.